ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നേക്കാണ് വേറൊരു പുതിയ വീഡിയോ ആയിട്ട്. എന്താണെന്നറിയോ, ഇന്ന് കുറച്ച് ഫ്രഷ് കേര മീൻ കിട്ടി കേട്ടോ. ആ കേര മീൻ കറി വയ്ക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വന്ന ഉടനെ ഞാൻ ഡ്രസ്സ് മാറി ആ മീൻ നമ്മൾ വെട്ടിക്കൊണ്ട് വന്നതാണ്, അതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കതിനകത്ത് ചേർക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അത് ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും അരിഞ്ഞ് നല്ലതുപോലെ ചതച്ച് വച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി ചൂടായി, എണ്ണയും അതിലേക്ക് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉലുവ, അതായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വന്നു, കടുകും നന്നായി പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് തീ ഒന്ന് അല്പം കുറച്ചിട്ട് കുറച്ച് വേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. വേപ്പില ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, രണ്ടായിട്ട് കീറിയ പച്ചമുളക്, ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി വഴറ്റാം കേട്ടോ. നന്നായി ഒരു ചുവപ്പ് കളറാകണത് വരെ നമുക്കിതൊന്ന് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതൊന്ന് വഴറ്റാം. ആ നന്നായി വഴണ്ടിരിക്കണം. അതിന് ആ നന്നായിട്ട് വഴണ്ട ആ ചേരുവയുടെ കൂടെ നമുക്ക് കുറച്ച് കുടംപുളി, നന്നായി കഴുകി വെച്ചിരുന്ന കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ഒന്നും കൂടി നന്നായി വഴങ്ങാനും ഉപ്പൊക്കെ പിടിക്കാനും കൂടി പാകത്തിന് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വഴണ്ട ഈ ചേരുവകൾക്കകത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി, അതും ഒരു ബ്രൗൺ കളറാകണത് വരെ, ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറാകണത് വരെ ഇങ്ങനെ നമുക്ക് ചിക്കി കൊടുക്കാം. നന്നായിട്ട് ഞങ്ങളിങ്ങനെ നന്നായി ചിക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ബ്രൗൺ കളറായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിനാവശ്യമായ നമ്മുടെ ഈ മുറിച്ച് വെച്ചേക്കണ മീൻ മുങ്ങാനും വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളമാണ് അത്. അതെല്ലാം നന്നായിട്ട് എല്ലാം കൂടി ചേരുവകളെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് കുറച്ചൊന്ന് ഇരിക്കട്ടെ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കേര ആ ഫിഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇത് തിളയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അത് അപ്പം തന്നെ നമുക്ക് ഈ മീനുകളെല്ലാം പെറുക്കി ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതാണ് കേരമീൻ്റെ ഒരു കഷ്ണം. ഇത് എൻ്റെ മക്കൾ കൂട്ടാൻ വെച്ചാൽ കൂട്ടില്ല കേട്ടോ. അവർക്ക് 2-3 കഷ്ണം ഞാൻ വറുക്കാനായിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ടേ. അവർ വറുത്തെങ്കിലേ അവരത് കഴിക്കുകയുള്ളൂ. ഇത് കണ്ടോ, നല്ല പച്ച മീനായിരുന്നു കേട്ടോ. ചെന്നപ്പോഴേ ഇത് കണ്ടപ്പോഴേ എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അത് നോക്കി അങ്ങ് വാങ്ങിച്ചു. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിക്കണത്. അപ്പോൾ പുള്ളി എപ്പോൾ നല്ല മീനുണ്ടെങ്കിലും എനിക്ക് തന്നു വിടും കേട്ടോ. നമ്മുടെ മീൻ കൂട്ടാൻ ഞാനൊരു 20 മിനിറ്റ് നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ നന്നായി വറ്റി മീൻ കൂട്ടാൻ അതിൻ്റെ പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇതോട് തീരുവാണ്. ഓക്കെ, ബായ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.